നമുക്കിപ്പോ 7 സിസ്റ്റേഴ്സിലേക്ക് പോവാം. ഇവർക്ക് എല്ലാവർക്കും 10-35 വയസ്സായി എന്ത് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആളാണ് ആഴ്ച മാമി മാമി. കാരണം നമ്മളിതൊരു ട്രിപ്പ് പോവാണ് 7 സിസ്റ്റേഴ്സ്. നമ്മള് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയാണ്. രാവിലെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, ഇപ്പൊ ടൈം ഓൾമോസ്റ്റ് 12:45. ഒരു 1:30 ആകുമ്പോ അവിടെ എത്തും. നല്ല സണ്ണിയുടെയാണ്, അടിപൊളിയാണ് എല്ലാവരും. അങ്ങനെ നമ്മള് 7 സിസ്റ്റേഴ്സ് എത്തി. 4 hours ജേർണി ആയിരുന്നു, കാരണം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് ഹൈക്കിങ്ങിന് പോകും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് ഫ്രിസ്റ്റൺ ഫോറസ്റ്റിലാണ്. ഇത് ക്ലിഫിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. നമ്മൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ക്ലിഫിന്റെ അടുത്തൊന്നും പാർക്കിംഗ് കിട്ടിയില്ല. ഇവിടുന്ന് ശരിക്കും ഒരു ഹാഫ് ആൻ അവർ അങ്ങോട്ട് നടക്കാനുണ്ട്. പക്ഷെ ഇവിടെ ഫ്രഷ് ആവാൻ റെസ്റ്റ് റൂം ഒക്കെ ഉണ്ട്, പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ സൗകര്യമുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയിരുന്നു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് നടക്കുക. നല്ല സണ്ണി ഡേ ആയിരുന്നു അത്, കാരണം നല്ല ചൂടുണ്ടായിരുന്നു. ഉണ്ണിക്ക് ബോൾ കയ്യിൽ പിടിക്കാൻ മടിയായതുകൊണ്ട് ഉണ്ണി ഇതാ ബോൾ തട്ടി തട്ടി കാണുന്നത്. ഇത് നമ്മൾ അങ്ങോട്ട് നടക്കുന്ന വഴിയാട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ട്രിപ്പ് ഒട്ടും പ്ലാൻ ചെയ്ത ട്രിപ്പല്ല കേട്ടോ. നമ്മൾ തലേ ദിവസം വരെ നമ്മുടെ പ്ലാൻ റോസ്ലി ബേ പോവാനായിരുന്നു. പക്ഷെ ഇവരൊക്കെ അവിടെ ഓൾറെഡി പോയതുകൊണ്ട് പെട്ടെന്നാണ് നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് 7 സിസ്റ്റേഴ്സ്ക്ക് പോവാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് അന്ന് രാത്രി നോക്കിയപ്പോ ഒരു 3 hours ആയിരുന്നു ട്രാവൽ കാണിച്ചു. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 9:30 ഒക്കെ ആയി. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ സ്നാക്സ് ഒക്കെ മേടിച്ച് വരുമ്പോഴേക്കും 10 ആയി. എന്നിട്ടാണ് നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ ഒരു 3.5 hours ഉണ്ട് ഇങ്ങോട്ടേക്ക് എന്ന് കണ്ടു. പിന്നെ നമ്മളൊന്ന് ഡൗട്ട് അടിച്ച് നിന്നു, പോണോ പോണ്ടേന്ന്. പിന്നെ എന്തായാലും പ്ലാൻ ചെയ്തല്ലേന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോഴേക്കും നല്ല നട്ടുച്ചയായിരുന്നു, നല്ല നട്ടപ്പുറ വെയിലായിരുന്നു. ഇവിടെ ഈ ബീച്ചിന്റെ ഇങ്ങോട്ടേക്ക് നടന്നെത്തുമ്പോഴേക്കും തന്നെ നമ്മളെല്ലാരും നല്ല ടയേർഡായിരുന്നു കേട്ടോ. ഉള്ളത് ഇവർക്ക് എല്ലാവർക്കും 10-35 വയസ്സായി എന്ത് ചെയ്യാൻ വേണ്ടി കിളവിയോ മാളയങ്കിൾ, ജിനീഷ് മാമൻ, അരവിന്ദ് അങ്കിൾ പോരെ പോരെ എടുക്കുന്ന ആളാണ് ആഴ്ച മാമി മാമി. കാരണം 40 വയസ്സിന് മേളിലുള്ളവർക്ക് നമ്മൾ മാറുന്നതാണ്. എല്ലാരും ടയേർഡ് ആയതുകൊണ്ട് ക്ലിഫിന്റെ മേലേക്ക് നടന്നു കയറാനുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. നമ്മള് കാറിൽ അങ്ങോട്ടേക്ക് പോവാന്ന് വെച്ചു. അപ്പൊ നമ്മള് തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കും. ജിനീഷിന്റെ മന്തി UK മൊത്തം ഫേമസ് ആണ്. ജിനീഷിന്റെ മന്തിയെ കുറിച്ച് ഗ്ലോസ്റ്ററിലെ മൈൽ ട്രിറ്റുകൾക്ക് പോലും അറിയാം. മറ്റേ മന്തി ഉണ്ടാക്കിയ ചേട്ടനല്ലേ ചേട്ടൻ. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ നടന്നു. ഇനി കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ടാ പോണേ. ഇനി കാർ എടുത്തിട്ടാണ് നമ്മള് ക്ലിഫിന്റെ ടോപ്പിലേക്ക് പോകുന്നത്. ശരിക്കും നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോവാൻ പറ്റുന്നു. അതാണ് നമ്മൾ ഇതുവരെ നടന്നു വന്നത് കേട്ടോ. ഇതാണ് ക്ലിഫിന്റെ ടോപ്പ് വ്യൂ. കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി കുറച്ചു നേരം അവിടേക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണേ. ഈ പോകുന്ന വഴിക്ക് നമ്മൾ മേ ബി ഈസ്റ്റ് ബോൺ ബീച്ചിൽ കയറും, അല്ലെങ്കിൽ നമ്മൾ നേരെ വീട്ടിൽ തിരിച്ചെത്താൻ രാത്രി 11 മണിയായി കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ സർവീസസിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഇനിയൊരു വേറെ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.